മാ ശൈലപുത്രി. നവദുർഗമാരിൽ ഒന്നാമത്തെ ദുർഗയാണ് ശൈലപുത്രി. നവരാത്രിയിൽ ആദ്യ ദിനം ആരാധിക്കുന്നതും ദേവി ശൈലപുത്രിയാണ്. സതി, ഭവാനി, പാർവതി, ഹേമവതി എന്നീ നാമങ്ങളും ശൈലപുത്രിക്കുണ്ട്. മഹാദേവിയുടെ നവദുർഗാരൂപങ്ങളുടെ രണ്ടാം ഭാവമാണ് ബ്രഹ്മചാരിണി ദേവി. വെളുത്ത വസ്ത്രധാരിയായ ദേവി വലതുകൈയിൽ ജപമാലയും ഇടതുകൈയിൽ കമണ്ഡലവും പിടിച്ചിരിക്കുന്നു. കഠിന തപസ്സു ചെയ്ത ദേവി ഭക്തിയുടെയും തപസ്സിന്റെയും ദേവതയാണ്. നവരാത്രിയുടെ 3-ാം ദിവസം ആരാധിക്കപ്പെടുന്ന മഹാദേവിയുടെ മൂന്നാമത്തെ നവദുർഗ ഭാവമാണ് ചന്ദ്രഗന്ധ. അവളുടെ പേര് ചന്ദ്ര ഗന്ധ. മണിയുടെ ആകൃതിയിലുള്ള അർദ്ധചന്ദ്രനുള്ളവൾ എന്നാണ് അർത്ഥമാക്കുന്നത്. മാ കൂഷ്മാണ്ഡ. കൂഷ്മാണ്ഡ നവദുർഗ സങ്കല്പത്തിലെ ഒരു ദേവതയാണ്. ഈ സങ്കല്പം അനുസരിച്ച് കൂഷ്മാണ്ഡയുടെ ദിവ്യമായ പുഞ്ചിരിയിലാണ് ലോകം സൃഷ്ടിക്കപ്പെട്ടത്. കാളികുല വിധിപ്രകാരം മഹാദേവിയുടെ നവദുർഗാരൂപങ്ങളിലെ 4-ാമത്തെ ഭാവമാണ് കൂഷ്മാണ്ഡ. മഹാദേവിയുടെ നവദുർഗാരൂപങ്ങളിൽ 5-ാമത്തേതാണ് സ്കന്ദമാത. യുദ്ധദേവനായ കാർത്തികേയന്റെ അഥവാ സുബ്രഹ്മണ്യന്റെ അമ്മയാണ് സ്കന്ദമാത. അമ്മ ഭക്തർക്ക് രക്ഷ, ശക്തി, സമൃദ്ധി എന്നിവ നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ദുർഗാ ഭഗവതിയുടെ 9 രൂപങ്ങളിൽ 6-ാമത്തേതാണ് കാത്യായനി. നവരാത്രിയുടെ 6-ാമത്തെ ദിവസം കാത്യായനിയായ ഭഗവതിക്ക് പ്രത്യേകം ആരാധനയുണ്ട്. പ്രപഞ്ചനാഥയായ സാക്ഷാൽ ആദിപരാശക്തി തന്നെയാണ് കാത്യായനി എന്ന് വിശ്വാസം. മഹാദേവിയുടെ 9 നവദുർഗാരൂപങ്ങളിൽ 7-ാമത്തേതാണ് കാൽരാത്രി. ദേവിയുടെ ഭയാനകമായ രൂപങ്ങളിലൊന്നാണ് കാൽരാത്രി. ഐശ്വര്യത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ദേവതയാണ് അമ്മ. നവദുർഗയിൽ 8-ാമത്തെ ദേവിയാണ് മഹാഗൗരി. വളരെയേറെ വെളുത്തത് എന്നാണ് മഹാഗൗരി എന്ന നാമത്തിനർത്ഥം. മഹാഗൗരിയുടെ ശരീരവും ആടയാഭരണങ്ങളും വെളുത്തതാണ്. ദേവിയുടെ വാഹനവും വെള്ള നിറത്തിലുള്ള ഒരു കാളയാണ്. നവദുർഗമാരിൽ 9-ാമത്തെ രൂപമാണ് സിദ്ധിദാത്രി. സിദ്ധികൾ പ്രദാനം ചെയ്യുന്നവൾ എന്നാണ് സിദ്ധിദാത്രി എന്ന പദത്തിനർത്ഥം. നവരാത്രിയിൽ 9-ാമത്തെ ദിവസം സിദ്ധിദാത്രി മാതാവിനെ ആരാധിക്കുന്നു.